എല്ലാവർക്കും നമസ്കാരം. കുറച്ച് നാളുകളായതുകൊണ്ട് നമ്മൾ എങ്ങനെയാണ് SSCF പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ FSPയിൽ പുതിയ പേര് FSP ആണ്, ഒക്കെ മറന്നു പോയിട്ടുണ്ടാവും. നമുക്ക് ഒരു റെഫർ ലിങ്ക് കിട്ടുമ്പോൾ വാട്സപ്പിൽ നമ്മൾ അയച്ചു തരുന്ന ആ റെഫർ ലിങ്ക് നമ്മൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. നമുക്ക് ആരാണോ ഇൻവൈറ്റർ കോഡ് അയച്ചു തന്നത് അല്ലെങ്കിൽ ലിങ്ക് അയച്ചു തന്നത് അവരുടെ വാലറ്റ് ID ആണ് ഇവിടെ കാണുന്നത്. ഇനി നമുക്ക് വേണ്ടി ഒരു വാലറ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. മഞ്ഞ അല്ലെങ്കിൽ ഒരു ഓറഞ്ച് കളറിൽ ക്രിയേറ്റ് വാലറ്റ് ID എന്ന് കാണുന്നു, അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ മുകളിൽ എഴുതി കാണിച്ചു ക്രിയേറ്റഡ് സക്സസ്ഫുള്ളി. ഇപ്പോൾ കാണാം മുകളിൽ ഇൻവൈറ്റർ വാലറ്റ് ID യും താഴെ ആ മഞ്ഞ അതല്ലെങ്കിൽ ഓറഞ്ച് കളറുള്ള സ്ഥലത്ത് പുതിയൊരു വാലറ്റ് ID ജനറേറ്റ് ആയിട്ടുണ്ട്. ആ അക്ഷരങ്ങൾ അവസാനമായിട്ട് ഒരു 2 സിം കാർഡ് പോലെ കോപ്പി ചെയ്യുന്ന ഒരു ചിഹ്നമുണ്ട്. പൊതുവെ നമുക്ക് കോപ്പി ചെയ്യുന്ന ചിഹ്നം എപ്പോഴും ഇങ്ങനെയാണ് വരാറ്. നമ്മളത് കോപ്പി ചെയ്യുക. ഇപ്പോൾ കണ്ടു, ഏറ്റവും മുകളിൽ ഡ്യൂപ്ലിക്കേറ്റ് സക്സസ്ഫുള്ളി എന്ന് കണ്ടു. നമ്മുടെ ആപ്പ് ഉള്ളത് കൊണ്ട് ഇനി നമുക്കത് ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ നേരെ ആപ്പിലേക്ക് പോവുക. മിനിമൈസ് ചെയ്തു. ഇനി FSPയുടെ ആപ്പ് എടുക്കുകയാണ്. ഇവിടെ ഏത് അക്കൗണ്ടാണ് ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നത് അതിൻ്റെ ഹോം പേജാണ് തുറന്നു വരുന്നത്. ഓക്കെ, നമുക്ക് ബാക്കിയുള്ള കാര്യം അറിയുന്നതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ലെഫ്റ്റ് സൈഡ് ഏറ്റവും മുകൾ ഭാഗത്തായിട്ട് ഒരു സെറ്റിങ്സ് ബട്ടൺ കാണാം, അതിൽ ടച്ച് ചെയ്യുക. ആ മുകളിൽ ഒരു ഓറഞ്ച് ഒരു ഡാഷ്ബോർഡ് പോലെ കാണുന്നതിന് അല്ലെങ്കിൽ ഒരു ബോക്സ് പോലെ കാണുന്നതിൻ്റെ മുകൾ ഭാഗത്ത് ഇടത് ഭാഗത്ത് ഒരു പണ്ടത്തെ 20 പൈസ ചിഹ്നം പോലെ ഒരു 6 മുഖമുള്ള ഒരു സെറ്റിങ്സ് ബട്ടൺ, അവിടെ ടച്ച് ചെയ്തു. ഇവിടെ കുറേ കാലം ഒന്ന് ലാംഗ്വേജ് ഐഡൻറ്റിറ്റി വാലറ്റ് ഒക്കെ വന്നു. അതിൽ നമ്മൾ രണ്ടാമത്തെ ഐഡൻറ്റിറ്റി വാലറ്റ് ക്ലിക്ക് ചെയ്യുക. ഇപ്പം നിലവിൽ കുറച്ച് അക്കൗണ്ടുകളിവിടെ ഉണ്ട്. ഓക്കെ, ഇനി ഏറ്റവും താഴെ ഇടത് ഭാഗത്ത് ക്രിയേറ്റ് ആൻ ഐഡൻറ്റിറ്റി വാലറ്റ്, റൈറ്റ് സൈഡിൽ ഇമ്പോർട്ട് എന്ന് പറയുന്നത് നിലവിലുള്ള വാലറ്റ് ഇമ്പോർട്ട് ചെയ്യാനും, ഇടത് ഭാഗത്തുള്ളത് പുതിയത് ക്രിയേറ്റ് ചെയ്യാനും. അപ്പോൾ നമുക്ക് പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുകയാണ് വേണ്ടത്. ക്രിയേറ്റ് എന്ന സ്ഥലത്ത് ക്ലിക്ക് ചെയ്തു. ഇനി അവിടെ വാലറ്റ് ID, ഇപ്പം നമ്മളുടെ വാലറ്റ് ID ആണ് ചോദിക്കുന്നത്. നമ്മുടെ വാലറ്റ് ID അവിടെ പ്ലേസ് ചെയ്തു. നമ്മൾ നേരത്തെ ഓൾറെഡി കോപ്പി ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കാം, 77B6E3E ആണ്. നമുക്ക് നോക്കാം, 77B6E3E കറക്റ്റാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യണം. നോർമലി കുറച്ച് സ്ട്രോങ് ആയ പാസ്വേഡ്, വലിയ അക്ഷരം, ചെറിയ അക്ഷരം, നമ്പർ അല്ലെങ്കിൽ അക്കം, ചിഹ്നം, ഇത്രയും കാര്യങ്ങളാണ് വേണ്ടത്. ഒരിക്കൽ കൂടി രണ്ടാമത് ചെയ്യുക. അടുത്തത് കാണുന്നത് പാസ്വേഡിൻ്റെ ഒരു ഹിൻ്റാണ്. നമുക്ക് എന്തെങ്കിലും മറന്നുപോയാൽ ഓർമ്മ കിട്ടാനുള്ള ഹിൻ്റാണ്. വേണമെങ്കിൽ കൊടുക്കാം, അത് നിർബന്ധമില്ല. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ക്രിയേറ്റ് കൊടുക്കുക. ആ പേജ് ഓപ്പണായി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മളോട് ബാക്കപ്പ് ചോദിച്ചു, ബാക്കപ്പ് ലേറ്റർ ചോദിച്ചു. ബാക്കപ്പാണ് കൊടുക്കേണ്ടത്. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, ഒരു 12 വാക്കുകൾ വരും. അത് വളരെ ശ്രദ്ധാപൂർവ്വം കൈകാര്യം ചെയ്യുക. കാരണം ഇതിൽ അസറ്റ് എത്ര വരുന്നോ അത് മറ്റാൾക്ക് എടുക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ 12 വാക്കുകൾ മിസ്സാവാതിരിക്കാൻ വളരെ കരുതലോടുകൂടി ഒരു ഡയറിയിലോ അല്ലെങ്കിൽ അത്രയും വളരെ പ്രധാനമുള്ള ഒരു ബുക്കിന് മുകളിൽ എഴുതി വെക്കുക. ഓക്കെ, അതല്ലെങ്കിൽ നിങ്ങളെ തന്നെ മറ്റ് ഫോൺ കൊണ്ട് ഫോട്ടോ എടുക്കുക. ഇനി അടുത്ത പേജിലേക്ക് പോകുമ്പോൾ ഇതേ വാക്കുകൾ ഡിസോർഡറായി കിടക്കുന്നുണ്ടാവും. അനൗൺസ്, പ്രെഡിക്റ്റ്, വേരിയസ്, ഓൺലി, ഗാർലിക്, പപ്പി, കിച്ചൺ, അപ്പോളജി, കിച്ചൺ. നമ്മളിപ്പോൾ 12 വാക്കുകളെയും കറക്റ്റായിട്ട് ഓർഡറാക്കി മെയിൻറ്റെയിൻ ചെയ്തു. ഇനി അടുത്ത സ്റ്റെപ്പ്, നെക്സ്റ്റ് സ്റ്റെപ്പ് കൊടുക്കുന്നു. ബാക്കപ്പ് സക്സസ്ഫുള്ളി, ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഡൺ കൊടുക്കുക. ഇപ്പോൾ പുതിയൊരു അക്കൗണ്ട് വന്നു. ഓക്കെ, ഇപ്പോൾ ഇത് അക്കൗണ്ട് പുതിയതായതുകൊണ്ട് നമ്മൾ വാലറ്റിൽ പോകുമ്പോൾ ഇവിടെ റിസ്ക് വാർണിംഗ് ഉണ്ട്. ഇത് നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ
12 വാക്കുകൾ നഷ്ടപ്പെട്ടാൽ നമുക്കൊരിക്കലും തിരിച്ചെടുക്കാൻ പറ്റില്ലെന്ന കാര്യങ്ങളൊക്കെയാണ്. ക്ലോസ് ചെയ്യുക. ഇവിടെ നമ്മൾ ഈ കൊണ്ടുവരേണ്ടത് SCCF മെയിൻ വേണം. റിസീവ് എടുക്കുക, കൊണ്ടുവരിക. ഒരു വളരെ പോയിൻ്റ് 1 മതി, 0.1 മതി. അടുത്തത് വേണ്ടത് ഈ FUSD ആണ്. നമുക്ക് SCF ബ്ലോക്ക് ചെയിനിലാണ് FUSD വരുന്നത്. ഇനി വരുന്നത് BNB ആണ്. BNB നമുക്കൊരു $1 കൊണ്ടുവരാം ക്യാഷ് ഫീസായിട്ട്. കൂടാതെ കൊണ്ടുവരേണ്ടത് USDT BP20 ആണ്. ശ്രദ്ധിക്കുക, ബ്ലോക്ക് ചെയിൻ മാറരുത്. USDT BP20 മഞ്ഞ കളറാണ്. അത് റിസീവ് അഡ്രസ് എടുത്ത് അത് കൊണ്ടുവരിക. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ കൊണ്ടുവരേണ്ടത്. ഓക്കെ, ഇനി നമ്മൾ എങ്ങനെയാണ് ഈ അക്കൗണ്ട് ആക്ടിവേറ്റ് ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ ഹക്കത്തോണിൽ പങ്കെടുക്കുന്നത്? റൈറ്റ് സൈഡ് വാലറ്റ് എടുത്തു, താഴെ ഭാഗത്ത് വാലറ്റ് എടുത്തു. ഇവിടെ ഞാൻ കുറച്ച് SCF കൊണ്ടുവന്നിട്ടുണ്ട്. 0.6 ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. 0.1 ആയാലും മതി. ഇനി ഞാൻ കുറച്ച് BNB കൊണ്ടുവന്നിട്ടുണ്ട്. BNBയുടെ കാണുക $0.012, $3 കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമ്മൾ കൊണ്ടുവരേണ്ടത് USDT ആണ്. ഇവിടെ നോക്കുക, USDT 3 ബ്ലോക്ക് ചെയിൻ കാണിക്കുന്നത്. TRC20 നടുക്ക് ഒരു മഞ്ഞ BP20, അവസാനം ERC20. അതിൽ നമുക്ക് BP20 ആണ് കൊണ്ടുവരേണ്ടത്. മഞ്ഞ കളർ ഞാൻ ക്ലിക്ക് ചെയ്തു. റിസീവ് അഡ്രസ് എടുക്കുകയാണ്. അതിൻ്റെ അഡ്രസ്സ് കോപ്പി ചെയ്തു. ഇനി എൻ്റെ കയ്യിൽ ഇപ്പോൾ ട്രസ്റ്റ് വാലറ്റ് കുറച്ച് ഫണ്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ട്രസ്റ്റ് വാലറ്റിലോ ബൈനാൻസിനോ എവിടെ നിന്ന് വേണമെങ്കിൽ കൊണ്ടുവരാം. ഇന്ന സ്ഥലത്ത് നിന്ന് നിർബന്ധമില്ല. ഓക്കെ, ഇവിടെ ഇപ്പോൾ $102, $97 ഉണ്ട്. USDT 97 ആണുള്ളത്. അവിടെ ക്ലിക്ക് ചെയ്തു. എപ്പോഴും ശ്രദ്ധിക്കുക, റിസീവ് ചെയ്യേണ്ടത് റിസീവ് ചെയ്യുക. ഇവിടെ നിന്ന് സെൻഡാണ്. ഇവിടെ സെൻഡ് കൊടുത്തു. അഡ്രസ്സ് പേസ്റ്റ് ചെയ്ത് ഞാൻ അവിടെ നിന്ന് കോപ്പി ചെയ്ത് അഡ്രസ്സ് പേസ്റ്റ് ചെയ്തു. ഒന്ന് നോക്കാം. ഇവിടെ ഉറപ്പുവരുത്തുക 2CB31. എമൗണ്ട് എത്രയാണ്? ഞാൻ 50 കൊടുത്തു. കൺഫേം കൊടുത്തു. ഓക്കെ, ഫണ്ട് കൊടുത്ത് ട്രാൻസ്ഫർ ആയിട്ടുണ്ട്. ഇനി നമ്മളിവിടെ കൊണ്ടുവരേണ്ടത് FUSD ആണ്. ഇവിടെ FUSD ഫിൻ ആണുള്ളത്, മാറിപ്പോകരുത്. FUSD മെയിൻ ആണ്, അതിൽ പച്ച കളറായിരിക്കും. ഇവിടെ FUSD റൈറ്റ് സൈഡിൽ ഫിൻ എന്നുള്ളത് ഒരു ഓറഞ്ച് കളറാണ്. ഗ്രീൻ കളറുള്ളതാണ് നമ്മൾ സെലക്ട് ചെയ്തത്. ഇവിടെ കാണാത്തത് കൊണ്ട് ഞാൻ റൈറ്റ് സൈഡ് മുകൾ ഭാഗത്തുള്ള പ്ലസ് ചിഹ്നത്തിൽ ബട്ടണിൽ പ്രസ് ചെയ്തു. ഇനി ഞാനവിടെ സെർച്ച് കൊടുത്തു FUSD. ഇവിടെ കാണാം FUSD ഫിന്നുണ്ട്, അത് ഓണായി കിടക്കുകയാണ്. രണ്ടാമത്തെ FUSD മെയിൻ, അത് ഓണല്ല, ഓഫായി കിടക്കും. അപ്പോൾ എല്ലാവരും ഇത് ശ്രദ്ധിക്കുക, മാറിപ്പോകരുത്. ഓക്കെ, ഓണായി. ഇപ്പോൾ താഴെ FUSD വന്നു. ഇനി ഇത് നമ്മൾ ഇവിടെ കൊണ്ടുവരണം. നേരത്തെ USDT കൊണ്ടുവന്നതുപോലെ തന്നെ USDT ഇവിടെ വന്നിട്ടുണ്ട്, 50 വന്നു. ഇനി ഇതുപോലെ FUSD കൊണ്ടുവരിക. റിസീവ് എടുക്കുക, അഡ്രസ്സ് കോപ്പി ചെയ്യുക. ഇവിടെ വേറൊരു വാലറ്റിലുണ്ട്, അവിടെ നോക്കുക. ഓക്കെ, എൻ്റെ കയ്യിൽ കുറച്ച് കൂടുതൽ ഫണ്ടുണ്ട്. ഞാൻ ഇവിടുന്ന് ട്രാൻസ്ഫർ കൊടുക്കുകയാണ്. നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത അഡ്രസ്സോടെ പേസ്റ്റ് ചെയ്തു. ഓക്കെ, ഒന്ന് ക്രോസ് വെരിഫൈ ചെയ്യുക. CB31 തന്നെയായിരുന്നു. എത്രയാണ് അയക്കേണ്ടത്? ഇവിടെ നമുക്ക് 50 ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. 50 കൊടുത്തു. നെക്സ്റ്റ് സ്റ്റെപ്പ് പാസ്വേഡ് കൊടുക്കണം. ഓക്കെ, പാസ്വേഡ് കൊടുത്തു, സബ്മിറ്റ് ചെയ്തു. ഓക്കെ, ഈ ഫണ്ട് ഇവിടെ വന്നോ എന്ന് നോക്കാം. SCF ഇവിടെ ഉണ്ട്, BNB ഉണ്ട്. അത് രണ്ടും ഗ്യാസ് ഫീസാണ്. നമ്മൾ പങ്കെടുക്കുന്നത് USDT FUSD ആണ്. USDT 50 വന്നിട്ടുണ്ട്, FUSD 50 വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ആപ്പിൽ താഴെ 5 ഐക്കണിൽ രണ്ടാമത്തെ FSP എന്ന് പറയുന്ന ഐക്കൺ എടുക്കുക. അതിൽ മുകളിൽ 4 ഓപ്ഷൻ ഉണ്ട്. അതിൽ ആദ്യത്തെ തന്നെ മാരത്തോൺ ഫണ്ടാണ്. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിന് തൊട്ട് താഴെ USDT ഉണ്ട്, റൈറ്റ് സൈഡിൽ USDT പ്ലസ് FUSD ഉണ്ട്. മിനിമം നമുക്ക് 100 USDT ആണ് പങ്കെടുക്കേണ്ടത്. അപ്പോൾ USDT മാത്രം ഉപയോഗിച്ച് പങ്കെടുക്കാൻ നമുക്ക് USDT മാത്രം സെലക്ട് ചെയ്യാം. അതല്ല, ഇവിടെ നമ്മൾ രണ്ടും കൂടി ചേർത്ത് ആയതുകൊണ്ട് USDT പ്ലസ് FUSD ഞാൻ അവിടെ സെലക്ട് ചെയ്തു. ഓക്കെ, അവിടെ ആ ഓറഞ്ച് ടിക്ക് അവിടെ വന്നു. ഇനി ഞാനിവിടെ 50 എന്ന് ടൈപ്പ് ചെയ്യുന്നു.
ഓട്ടോമാറ്റിക് താഴെ FUSD 50 തനിയെ വന്നു. അതിന് 21.87 കിട്ടുമെന്ന് കാണിച്ചു. ഞാൻ ഡൊണേറ്റ് കൊടുത്തു. ഇനി പാസ്വേഡാണ് കൊടുക്കേണ്ടത്. ഓക്കെ, ഞാൻ പാസ്വേഡ് കൊടുത്തു. ഇനി സബ്മിറ്റ് കൊടുക്കണം. അത് ഓക്കെ അടിക്കുന്നു. ഓക്കെ, ട്രാൻസാക്ഷൻ സക്സസ് ആയിട്ടുണ്ട്. ഇവിടെ പ്രോസസ്സിംഗ് ആണെന്ന് കാണിക്കുന്നുണ്ട്. വ്യൂ മോർ പോയാൽ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് എടുക്കാൻ പറ്റും. പ്രോസസ്സിംഗ് എന്നാണ്. ഒരു ചെറിയ സമയം എടുക്കുക പ്രോസസ്സ് കംപ്ലീറ്റ് ആവാനായിട്ട്. 50 USDT പ്ലസ് 50 FUSD, അതിൽ 21.87 കിട്ടുമെന്ന് കാണിച്ചു. നമ്മുടെ ടൈം 7-ാം മാസം 12-ാം തീയതി ഉച്ചയ്ക്ക് 2:22 കാണിച്ചു. ട്രാൻസാക്ഷൻ ഹാഷും ഡീറ്റെയിൽസ് കൂടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നമ്മുടെ USDT കട്ടായി, FUSD കട്ടായിട്ടുണ്ട്. ഓൾറെഡി ആ പ്രോസസ്സ് കംപ്ലീറ്റ് ആയി. ഇങ്ങനെയാണ് നമ്മൾ ഹക്കത്തോണിൽ പങ്കെടുക്കേണ്ടത്.